ഈ അവസരത്തിൽ വരുന്നതിന് മുമ്പ് ടൈലറിംഗ് മേഖലയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ടൈലറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള കാരണം 2011 ഹസ്ബൻഡും 2014 മകനും മരിച്ചപ്പോൾ വീട്ടിലിരുന്ന് ടെൻഷൻ അടിച്ചു എന്നുള്ളതാണ്. തന്നെയുമല്ല, ഒരു 100 രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ടൈലറിംഗ് മേഖലയിൽ കയറിയത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പോയി ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 200 ഒരു 300 മാത്രമേ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുമുള്ളായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും പ്രശ്നമായിരുന്നു, എനിക്ക് തന്ന മെഷീനും പ്രശ്നമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പുറത്തിറങ്ങിയിട്ടുള്ള യാതൊരു പരിചയം ഒന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നതാണ്. അതിനിടയിൽ മകനെ തെരഞ്ഞ് ലീഡേഴ്സ് വന്നപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 കിട്ടും, 2 പ്രൊഡക്റ്റ് വിറ്റാൽ 1000 കിട്ടുമെന്ന് പറഞ്ഞ് തന്നപ്പോഴേ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ ഈ അവസരത്തിലോട്ട് വന്നത്. ഇന്ന് ഇത്രയും പേരുടെ മുന്നിൽ പ്രൗഡായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 500 പ്രതീക്ഷിച്ച് ഞാൻ വന്നത് ഇന്ന് വീക്കിലി ഞാൻ 30,000 40,000 ഏകദേശം 50,000 വരെ പേടിക്കുന്ന ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ടൈലറിംഗ് മേഖല ചെയ്യുന്ന സമയത്തും നെഗറ്റീവ്സ് ഒരുപാട് കേട്ടിട്ടുണ്ട്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ പോവാ, വൈകുന്നേരം വരിക, ഗേറ്റിൽ കൂട്ടിയിടാനൊക്കെ ഉള്ളത്. കാരണം വലിയൊരു ഫാമിലിയിൽ ഉണ്ടായത് കാരണം കൊണ്ട് തന്നെ ഉപ്പാനോട് ചോദിച്ചാൽ മതി ഒരു 100 രൂപ എന്തിനാണ് അങ്ങാടി പോയിട്ട് ഇരിക്കണേ എന്നുള്ളതാണ്. ഈ അങ്ങാടി പോയിട്ട് ഇരിക്കുന്നത് ഒരു 100 200 മറ്റുള്ളവർ തരുക എന്ന് പറഞ്ഞാൽ അതൊന്നും പോസിബിളായ കാര്യമല്ലായിരുന്നു. ഇതിനിടയിൽ ഈ അവസരത്തിൽ നിന്നപ്പോഴും നന്നായിട്ട് നെഗറ്റീവ്സ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ നെഗറ്റീവ്സ് ആണ് എന്നെ പോസിറ്റീവ് ആക്കിയിട്ട് മണി ഈസ് പവർ, പവർ ഈസ് മണി, ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾക്ക് ഈ ഒരു അവസരത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യം വേണം, നമുക്കൊരു സ്വപ്നം വേണം. ലക്ഷ്യം ഉയർന്നതാണെങ്കിൽ, ഉറച്ചതാണെങ്കിൽ, തീവ്രതമാണെങ്കിൽ വെട്ടിപ്പിടിക്കാൻ ഇൻഡസ് പീപ്പിൾസ് കമ്പനി നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറി കളിക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ അവസരത്തിൽ വന്ന് ഒരു 4 വർഷം പിന്നിട്ടപ്പോൾ ഇന്ന് എൻ്റെ മകൾ BDS ഡോക്ടറാണ് വളാഞ്ചേരിയിൽ. മാസം മേടിക്കുന്നത് 15,000 ഏറിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നൈറ്റ് 9 മണി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 20,000. ഈ ഒരു 15,000 ഒരു 20,000 വേണ്ടിയിട്ട് അവിടെ ഫുൾ ടൈം നിൽക്കുമ്പോൾ ഒരു വീട്ടിൽ സാധാ ഒരു ചക്കക്കൂട്ടാനും കഞ്ഞി വെച്ച് ഞാൻ മേടിക്കുന്നത് 30,000 40,000 വീക്കിലിയാണ്. ഇതാണ് നമ്മുടെ ഉള്ളിൽ ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ. കാരണം മറ്റുള്ളവർ പറയുന്നതിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കുന്നതിലല്ല, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, സ്വപ്നമുണ്ട് എന്നുണ്ടെങ്കിൽ, ലക്ഷ്യത്തിന് എത്തണമെന്നുണ്ടെങ്കിൽ വിജയം എന്നത് യാദൃശികമല്ല, അത് കഠിന അധ്വാനവും നിരന്തരമായ പ്രയത്നവും അറിവും ത്യാഗവും അതിലുപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. ഇൻഡസ് വിവ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്ത് നോക്കി വെറും ഒരു സിമ്പിൾ. കാരണം ലീഡേഴ്സ് നമ്മുടെ കൈ മുറുകെ പിടിക്കാനുണ്ട്. അറിയാത്തൊരു മേഖല ചൂസ് ചെയ്ത് ഈ രീതിയിൽ ഞാൻ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടീം സപ്പോർട്ട്. സോ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതമാണ്, പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും, പരിഹസിക്കപ്പെടും, പിന്തള്ളപ്പെടും. മനുഷ്യനാണ്, വിജയിക്കണം, കുതിച്ചുയരണം, നേരിടണം. സോ ഇന്ത്യ മഹാരാജ്യം വളരുകയാണ്, ഇൻഡസ്ട്രിയും വളരുകയാണ്, ടീം ജീവാനന്ദം വളരുകയാണ്. സോ if you want change your life, then do it very fast and quickly, because Indus People's Company open ചെയ്ത് വെച്ചിട്ടുണ്ട്. Wish you all success. Jai Hind, Jai Viva. Thank you.